ഹലോ ഫ്രണ്ട്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ കൊണ്ട് വരുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗ് സ്റ്റൈൽ വീഡിയോ ആയിരിക്കും. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം നെക്സ്റ്റ് ജനിൽ നിന്ന് ഒരു പീസ് ബിൽഡ് ചെയ്യാൻ പോവുകയാണ് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്, അപ്പം ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ വരാം. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഇപ്പോൾ നമ്മൾ ഓൺ ദ വേ ടു ട്രിവാൻഡ്രം ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയൊരു സ്ഥലത്തെപ്പറ്റി കേട്ടു. വട്ടത്തിലാറെന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അതങ്ങനെ അധികം ആർക്കും അറിയാത്ത ഒരു സ്പോട്ടാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. നമുക്കപ്പം അവിടെ ഒന്ന് പോയി നോക്കാം. ചടയമംഗലത്ത് നിന്ന് റൈറ്റ് കയറി ഒരു 5 കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങോട്ട് പോകാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. നമ്മൾ അവിടോട്ട് ആ വഴിയിലോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ നല്ല റബ്ബറൈസ്ഡ് ടാറിങ് ഒക്കെ ഉള്ള റോഡാണ്. പക്ഷേ ഒരു ഇറങ്ങി നമ്മൾ താഴോട്ട് കുറേ ഇറങ്ങി വേണം അങ്ങോട്ട് ചെല്ലാൻ. അപ്പോൾ ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടാറിങ്ങോ കോൺക്രീറ്റിങ്ങോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വഴി കാണിക്കാൻ വേണ്ടി ഫ്രണ്ട് 2 പേര് പോകുന്നുണ്ട്. അവരെ പുറകെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ ഇറങ്ങുന്ന സമയത്ത്. ഇടയ്ക്ക് വണ്ടിയുടെ അടി തട്ടുമോ എന്നൊക്കെ നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമ്മൾ അവിടെ വരെ ചെന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ജനിലേക്ക് പോകാൻ ഇറങ്ങി തിരിച്ച ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ചടയമംഗലത്ത് നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി വലിയ നിങ്ങളിപ്പോൾ കണ്ട പോലെ ഒരു ഓഫ് റോഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു അടിപൊളി ലൊക്കേഷനിലെത്തിയേക്കാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു വെറുതെ പോകുന്ന ഇതായിരിക്കും, വെറുതെ കാര്യമില്ല, ആർക്കും അങ്ങനെ അറിയാത്തൊരു സ്ഥലമാണിത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത്രയും നല്ല സ്ഥലമാണെങ്കിൽ ആൾക്കാർ അറിയേണ്ടതല്ലേ. അപ്പം ഞങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ഇവിടെ വന്നില്ലായിരുന്നു, ഞങ്ങൾക്ക് അത് വലിയൊരു നഷ്ടമായി പോയേനെ. അപ്പം നിങ്ങൾ ഈ സ്ഥലത്തിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ കണ്ടു നോക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലേറ്റ് ആയിപ്പോയി. കാരണം എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര വെയിലായിരുന്നു. ആ സമയത്ത് ഒരു 9:30 സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആ സ്ഥലത്തോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ അതിരാവിലെയോ വൈകുന്നേരങ്ങളിലോ പോയാൽ നല്ല അടിപൊളി ക്ലൈമറ്റും താഴ്ന്ന വെയിലും ആയിരിക്കും. ആ ടൈമായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ടൈം. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ ഞങ്ങളുടെ നെക്സ്റ്റ് ജനിലേക്കുള്ള ജേണി വീണ്ടും തുടരുന്നു. വീണ്ടും പറയുന്നു, ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. തിരിച്ചു വരുന്ന വഴിക്ക് ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആസ്വദിച്ച് പോകാം. ഞങ്ങൾക്കെല്ലാം നല്ല വിശക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. പക്ഷേ ഹോട്ടലുകളൊന്നും നോക്കിയിട്ട് ഹോട്ടലുകളൊന്നും കാണുന്നുമില്ല, ഉള്ളതിലൊന്നും ഡൈനിങ്ങും ഇല്ല. ലാസ്റ്റിൽ ഞങ്ങൾ നോക്കി വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഡേയ്സി കുപ്പയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഒന്നും നോക്കിയില്ല, അങ്ങ് കയറി. ഞങ്ങൾക്ക് എല്ലാവർക്കും ബർഗറും ഓറിയോ ഷേക്ക് ഓർഡർ ചെയ്തു. അതിന് വേണ്ടി വെയിറ്റിംഗാണ്. അപ്പോൾ ഫുഡ് വന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ടാണോ എന്നറിയത്തില്ല, ബർഗറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ നെക്സ്റ്റ് ജനിലിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വിഷ്വലാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ നിൽക്കുന്നതാണ് നമ്മൾ പ്രസീദേട്ടൻ. പുള്ളിക്കാരനാണ് ഈ ഷോപ്പിൻ്റെ. നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും മണ്ടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അട്രാക്റ്റീവായിട്ട് വന്ന വേറൊരു ഐറ്റമാണ് ഇതിൻ്റെ ഈ PC ബിൽഡ്. KTM ഇൻസ്പയർഡ് PC ബിൽഡാണ്. അവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. നല്ല അടിപൊളി ഒരു PC ബിൽഡാണ്. നമുക്കപ്പം കുറച്ച് ലേറ്റ് ആകും എന്ന് പറഞ്ഞു PC ബിൽഡിന്. താഴെ അവർക്ക് വേറെ ഓഫീസുണ്ട് PC ബിൽഡിന്. അവിടെ കറണ്ടിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അതിപ്പം കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴത്തേനും നമ്മുടെ ഉല്ലാസ് ബ്രോയും കൂടെ കണ്ടേക്കാണ്. ഹലോ. പുള്ളി അപ്പം കുറച്ച് ബിസി ആയിട്ട് ഇവിടെ എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പം കണ്ടതിൽ സന്തോഷം, ഒരുപാട് സന്തോഷം. ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പായിരിക്കും. എന്തുകൊണ്ടും എല്ലാ കാര്യത്തിനും എനിക്ക് വളരെ സന്തോഷമായ ഒരു ദിവസമാണെന്ന്. അവർ PC ബിൽഡിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്ന ടൈമിൽ ഞങ്ങളപ്പോൾ അവിടെ പോസ്റ്റാണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ആ PC ഓണാക്കി തന്നു. ഇത്രയും ഹയർ റിഫ്രഷ് റേറ്റ് ഉള്ള ഡ്യുവൽ മോണിറ്റർ സെറ്റപ്പിൽ ഇത്രയും ഹയർ സ്പെക്കിലുള്ള ഒരു PCയിൽ ആ സ്റ്റിയറിംഗ് വീൽ ഉപയോഗിച്ച് നമ്മൾ NFS പോലുള്ള ഗെയിമോ അല്ലെ ഫാസ്റ്റ് അവറേസ് അങ്ങനെയുള്ള ഗെയിമൊക്കെ കളിക്കുന്നതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണത്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രം നെക്സ്റ്റ് ജനിലാണ്.
നമ്മളൊരു എനിക്ക് വേണ്ടിയല്ല, എൻ്റെ വേറൊരു ഫ്രണ്ടിന് വേണ്ടി ഒരു 66K ബഡ്ജറ്റിൽ ഒരു PC ബിൽഡ് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് ജെനിലെ പ്രസീതായിട്ട് നമുക്കൊരു ബിൽഡ് സജസ്റ്റ് ചെയ്തു. ഞാൻ നോക്കിയിട്ടും എൻ്റെ റിസർച്ചിലും എനിക്ക് നല്ല വാല്യൂ ഫോർ മണി ആയിട്ടൊരു ബിൽഡാണ് തോന്നിയത്. എനിക്ക് മറ്റ് ഏത് ഷോപ്പിനേക്കാളിലും കുറച്ച് നല്ലൊരു പ്രൈസാണ് ഇവിടുത്തേന്ന് തോന്നി. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് എടുക്കാനുള്ള കാരണം. നമ്മളിപ്പം പാർട്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പാർട്സ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പ്രൊസസ്സറാണ്. പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ Ryzen 5 3500X. ഇതിൻ്റെ ബേസ് ക്ലോക്ക് എന്ന് പറയുമ്പോൾ 3.6 GHz, ബൂസ്റ്റ് ക്ലോക്ക് 4.1 GHz വരെയാണ്. അതുകൊണ്ടാണ് ഈ പ്രൊസസ്സർ നമ്മൾ ചൂസ് ചെയ്തത്. നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് സൊട്ടാക്കിൻ്റെ GTX GeForce 1650 സൂപ്പറാണ്. 4GB DDR6 എഡീഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ മദർ ബോർഡാണ്. ജിഗാബൈറ്റിൻ്റെ A520M S2H എന്ന് പറയുന്ന മദർ ബോർഡാണ്. റൈസൻ്റെ 3rd gen പ്രൊസസ്സേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മദർ ബോർഡാണിത്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ റാം എന്ന് പറയുമ്പോഴത്തേക്കും കോഴ്സെയറിൻ്റെ വെഞ്ചൻസ് LPX 16GB DDR4 3200 MHz വരുന്ന റാമാണ്. പിന്നെ നമുക്ക് വേണ്ടി സ്റ്റോറേജിനായിട്ട് ഒരു SSD എടുത്തിട്ടുണ്ട്. SSD എന്ന് പറയുമ്പം M.2 NVMe SSD ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ SATA SSDയെക്കാട്ടിലും 10% പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് M.2 SSDയിൽ കിട്ടും. M.2നെക്കാട്ടിലും 50% ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് NVMeയിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ SSD ചൂസ് ചെയ്യാനുള്ള കാരണം. നമ്മൾ സ്റ്റോറേജിനായിട്ട് എടുത്തേക്കുന്നത് ടൊഷിബയുടെ 1 TB ഹാർഡ് ഡിസ്ക് ആണ്. പിന്നെ നമ്മുടെ ക്യാബിനറ്റായിട്ട് എടുത്തേക്കുന്നത് ഡീപ് കൂളിൻ്റെ മെട്രിക്സ് 54F എന്ന് പറയുന്ന ഒരു മോഡൽ ക്യാബിനറ്റാണ്. 3 ARGB ഫാൻസോട് വരുന്ന ഈ ക്യാബിനറ്റ് നമുക്ക് നല്ല വാല്യൂ ഫോർ മണി പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യും. എയർ ഇൻടേക്കും ഔട്ട്ഫ്ലോയും എല്ലാം നല്ല അടിപൊളിയായിട്ട് നടക്കുന്ന സൈഡിൽ ടെമ്പേർഡ് ഗ്ലാസ് ആണ് വരുന്നത്. അത്രയും നല്ല ഒരു ക്യാബിനറ്റാണ് ഈ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നത്. പിന്നെ നമ്മളെ മൗസ് ആൻഡ് കീബോർഡ് കോംബോ, സെബ്രോണിക്സിൻ്റെ സെബ് വാർ എന്ന് പറയുന്ന ഒരു മൗസ് ആൻഡ് കീബോർഡ് കോംബോ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ മോണിറ്ററാണ് വരുന്നത്. സാംസങ്ങിൻ്റെ 22 ഇഞ്ച് IPS പാനൽ വരുന്ന ഒരു മോണിറ്ററാണ് നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഓവറോൾ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 67Kക്ക് അടുത്താണ് വരുന്നത്. അപ്പം എൻ്റെ ഒരു ഓൺലൈൻ ഷോപ്പിലും എല്ലാം നോക്കിയത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ലൊരു പ്രൈസിലാണ് ഇവിടുന്ന് PC തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ബിൽഡിംഗ് സെക്ഷനിലേക്ക് കിടക്കാം. അവിടുത്തെ ഞങ്ങളുടെ 40 മിനിറ്റാണ് നിങ്ങൾ ഈ 40 സെക്കൻഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് നമുക്ക് ഈ PC ബിൽഡ് ചെയ്തത്. നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. നമ്മുടെ PC ബിൽഡിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. OS ഇൻസ്റ്റാളേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ എല്ലാം അവർ തന്നെ കയറ്റിത്തരും, സോഫ്റ്റ്വെയറും ഗെയിംസും എല്ലാം. നമ്മുടെ ബിൽഡിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അൾട്ടിമേറ്റ് ലുക്കാണ്. നമ്മുടെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്, അതിപ്പം പറയാം. നമ്മുടെ കീബോർഡ് നമ്മൾ മാക്സ് പ്ലസ് എന്ന് പറയുന്ന സെബ്രോണിക്സിൻ്റെ ഒരു മെക്കാനിക്കൽ കീബോർഡിനൊക്കെ മാറ്റി. പിന്നെ നമ്മുടെ മൗസ് ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളായിരുന്നു. നമ്മൾ ഇത് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.